ആരെല്ലാമാണ് ഇരുട്ടറകളിൽ നിന്ന് ഭരണാധികാരികളുടെ മൂർഖ സ്വഭാവത്തിനൊപ്പം ചേർന്നു നിൽക്കുന്നത് എന്ന് കടന്നുപോയ രാപ്പകലുകളാണ്. പാറ്റകൾ വിജയം ആഘോഷിക്കുമ്പോൾ മനസാക്ഷിയുള്ളവർ വീണ്ടും പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയുടെ മകനും പേളിമാണി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മലയാളികൾ വലിയ സ്വീകാര്യത നൽകിയ ഒരു പേഴ്സണാലിറ്റിയും, അതുപോലെ തന്നെ മേജർ രവി എന്ന പക്ക BJP-കാരനും ഹിന്ദുവാദിയും, ഇവർ മൂന്ന് പേരും ഉയർത്തിവിടുന്ന ചിന്തകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഗോകുൽ സുരേഷ് ഒരു നിഷ്പക്ഷ രൂപം പ്രാപിച്ചുകൊണ്ട് നിഷ്പക്ഷമായി നിൽക്കുന്നതാണ് ഇവിടെ നല്ലത് എന്നുള്ള ഒരു രീതിയിൽ തോന്നിപ്പിക്കുന്ന പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അത് പക്ഷേ നിലപാട് പറയേണ്ട സമയത്ത് ഈ നാടിൽ നിഷ്പക്ഷതയാണ് നല്ലത് എന്ന് പറയുന്നിടത്തും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവാദമാണ് പുറത്തു വന്നത്. രാഷ്ട്രീയവാദം എപ്പോഴും വിജയിക്കില്ല എന്ന് പറയുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള അഴിമതിക്കെതിരെ രാജ്യമൊന്നിക്കുമ്പോഴാണ് അരാഷ്ട്രീയവാദത്തെക്കുറിച്ച് പറഞ്ഞ് ഗോകുൽ സുരേഷ് സ്വയം അപഹേളിക്കപ്പെട്ടത്, അപഹാസ്യനായി മാറിയത് എന്നുള്ളതാണ്. ED കണ്ണുരുട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ നിന്ന് വന്ന വലിയ നോട്ട് കെട്ടുകളുടെ കനം കൊണ്ടോ എന്തോ എന്നറിയില്ല, പേളിമാണി കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കാവി നിറം എൻ്റെ ഇഷ്ടനിറം എന്ന് പറഞ്ഞ് കാവിക്കൂട്ടത്തിന് പിന്തുണയുമായി വന്നത്. 3 ലക്ഷം ഫോളോവേഴ്സാണ് പേളിമാണിക്ക് അൺഫോളോ ചെയ്തു പോയത് എന്നുള്ളതാണ്. പേളിമാണി കേരളത്തിൽ ഇനി എങ്ങനെയായിരിക്കും പേളിമാണിയുടെ സ്വീകാര്യത എന്നുള്ളതും നമ്മൾ ഇനി ചിന്തിച്ച് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഏതെല്ലാം സമയത്താണ് പേളിമാണി ഒരു പോസിറ്റിവിറ്റിയായി, പേളിമാണിയെ സ്വീകരിക്കുന്നവരായി മലയാളി കുടുംബ പ്രേക്ഷകർ മാറിയത്. ഒരു രസമായിരുന്നു, ഒരു നേരം പോക്കായിരുന്നു അവർ. പക്ഷേ അവരുടെ ഉള്ളിൽ കിടന്ന ആ ഒരു കാവി നിറം, ആ ഒരു രാഷ്ട്രീയ അപക്വതയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിലപാടായി മാറി. മാത്രവുമല്ല, ഈ പറയുന്ന മേജർ രവി വളരെ മോശമായ രീതിയിലാണ് പോസ്റ്റുകൾ ഇടുന്നത്. ഏതൊരു സമയത്തും വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയാൻ എന്തു രാഷ്ട്രീയ ബോധ്യമാണ് മേജർ രവിക്ക് ഉള്ളത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എമ്പുരാനിന്റെ കഥ കേൾക്കാതെയാണ് ലാലേട്ടൻ ആ സിനിമയ്ക്ക് കൈ കൊടുത്തത് എന്ന ഏറ്റവും വലിയ മണ്ടത്തരം കേരളത്തോട്, രാജ്യത്തോട് നോക്കി പറഞ്ഞ ആളാണ് മേജർ രവി. എന്നിട്ട് നിലപാട് വീണ്ടും പറഞ്ഞ വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയ പക്വതയില്ല, അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയാൻ എന്തു യോഗ്യതയാണുള്ളത് എന്നുള്ളതാണ്. എന്നെല്ലാം ഈ നാടിൽ വർഗീയ വിഷം ചീന്താൻ തന്നെ കൊണ്ടാകുമോ അതെല്ലാം എന്നും ചെയ്തു പോകുന്ന മേജർ രവിക്ക് വലിയ വിദ്യാഭ്യാസവും വലിയ നോളജും ഒക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കട്ടെ. മറ്റുള്ളവർ നിലപാട് പറയുമ്പോൾ, മറ്റുള്ളവർ ഒരു സിനിമയിൽ കഥ കേട്ട് ധൈര്യത്തോടെ അഭിനയിക്കുമ്പോൾ അത് അപക്വതയുമായി അല്ലെങ്കിൽ അത് അറിവില്ലായ്മയൊക്കെ ആയി ചിത്രീകരിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് ആ പണി ഏൽപ്പിച്ചത് എന്ന് മലയാളി ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ. അതുപോലെ തന്നെയാണ് ബോളിവുഡിൽ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ മനുഷ്യൻ ഇതിന് CJPയുടെ പ്രതിഷേധവും ഈ പറയുന്ന വിപ്ലവത്തിനും അനുകൂലമായി മോദി സർക്കാരിനെതിരെ പറയാൻ ഒരൊറ്റ ബോളിവുഡ് നടന്മാർ ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മുടെ കാശുകൊണ്ട് സിനിമയുണ്ടാക്കി സിനിമ കാണുന്ന, സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ ഈ നാടിന്റെ യുവത്വത്തിന് ഏറ്റവും വലിയൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ താരാരാധനയുടെ കൂട്ടിൽ വെച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ഇനി ജനം വീണ്ടും പുനർവിചിന്തനം നടത്തും.